വ്യാജരേഖ ചമച്ച് ബംഗ്ലാദേശുകാരെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ വഴി നുഴഞ്ഞുകയറിയ 1000-ലധികം പേർ കേരളത്തിൽ എത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. പശ്ചിമ ബംഗാൾ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ സജീവമായ സംഘം കേരളത്തിലേക്കും ആൾക്കാരെ പറഞ്ഞുവിടുകയാണ്. പ്രത്യേക പാക്കേജുകൾ ഒരുക്കി ബംഗ്ലാദേശിലെ റാക്കറ്റുകളുമായി ചേർന്നാണ് പ്രവർത്തനങ്ങൾ. മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വരെ ഈ വിധം രാജ്യത്തിലെത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂരിൽ ബംഗ്ലാദേശി സ്വദേശിയായ തസ്ലീമ ബീഗവും ഇന്നലെ അങ്കമാലിയിൽ ബംഗ്ലാദേശുകാരൻ ഹോസസും അറസ്റ്റിലായിരുന്നു. ഇവരിൽ നിന്നാണ് റാക്കറ്റുകളുടെ പ്രവർത്തന രീതി രഹസ്യാന്വേഷണ വിഭാഗത്തിന് പിടികിട്ടിയത്. നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി കുത്തിയ മാരകമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതി ഇതുപോലെ വ്യാജ പേരിൽ തമ്പടിച്ച ബംഗ്ലാദേശിയാണെന്ന വിവരം പുറത്തു വന്നതോടെ ആശങ്ക വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ്. കേരളത്തിൽ 40 ലക്ഷത്തിനടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടെന്നാണ് വിലയിരുത്തൽ. ഔദ്യോഗിക രേഖയിൽ 5, ഇതിൽ 3% വരെ ബംഗ്ലാദേശികളാണെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിഗമനം. കേരളത്തിലെ ബംഗ്ലാദേശുകാരിൽ കുറെ പേർ തിരുപ്പൂർ, കോയമ്പത്തൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് കടന്നുവെന്നാണ് സൂചനകൾ. ഇടത്തരം കമ്പനികളിലും മറ്റും ജോലി ചെയ്ത് പണം സ്വരൂപിച്ച് വിദേശത്തേക്ക് കടക്കുന്നതാണ് ഇവരുടെ രീതി. 2 വർഷത്തിനിടെ 15 ബംഗ്ലാദേശികളെ കൊച്ചി വിമാനത്താവളത്തിൽ മാത്രം പിടികൂടിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. 15,000 മുതൽ 25,000 രൂപ വരെ നൽകിയാൽ പാസ്പോർട്ട്, ആധാർ, പാൻ കാർഡ്, വോട്ടർ ID എന്നീ രേഖകൾ റാക്കറ്റുകൾ നിർമ്മിച്ചു നൽകും. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് ജില്ലയിലെ ജലങ്കി വഴിയാണ് നുഴഞ്ഞുകയറ്റം. ഇതിലൂടെ ലഹരിക്കടത്തും വ്യാപകമാണ്. രാജ്യങ്ങളെ വേർതിരിക്കുന്ന പത്മ നദി കടന്നും മറ്റുമാണ് ജലങ്കിയിലെത്തുന്നത്. ആദ്യം അസാമിലും മറ്റും തമ്പടിക്കും. രേഖകളെല്ലാം കൈമാറും. തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. പാസ്പോർട്ട് ആക്ട്, രാജ്യസുരക്ഷാ നിയമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കുന്ന ബംഗ്ലാദേശുകാരെ നാടുകടത്തണമെന്നാണ് ചട്ടം. ഇത് കടമ്പകളേറെയാണ്. യഥാർത്ഥ രേഖ ഉറപ്പായാൽ മാത്രമേ നാടുകടത്തൽ പൂർത്തിയാകൂ. ഇതിന് മാസങ്ങളെടുക്കും.